ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഫീലിങ്സ് ആണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് റീഡിംഗ് കാണുക. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സും അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന തോട്ട്സും എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴൊക്കെയാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ചെയ്ത് തുടങ്ങുന്നതുമായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സന്റെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേര് റിപ്പീറ്റ് ചെയ്ത് പറയുക. ഒരു ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് 3 ടൈംസ് എങ്കിലും എടുക്കുക. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പൂർണ്ണമായിട്ടും ചിന്തിച്ചിട്ട് അതേ ഒരു മൈൻഡിൽ ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ അതേ ഒരു ചിന്തകൾ ഇരുന്നുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. King of Swords, the Empress, 4 of Wands, 8 of Cups, the Emperor, 4 of Cups, the Lovers, 2 of Pentacles, 8 of Swords, Ace of Pentacles, the Hierophant, King of Cups, the Magician, 4 of Swords, Judgment, the World, Knight of Wands, Ace of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ദ മൂൺ എനർജി ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സും അതുപോലെ തന്നെ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളും എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസോ ഒരു ലെസ് കോണ്ടാക്റ്റോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന എനർജി ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു വലിയ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അവർക്ക് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. 4 ഓഫ് കപ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. അവരുടെ മുന്നിലേക്ക് ആരൊക്കെ സ്നേഹമായിട്ട് ചെല്ലുന്നുണ്ട് എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവരുടെ കൂടെ ഇപ്പോൾ ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അവരുടെ ഒരു എനർജിയിൽ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആയിരുന്നു. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആ ഒരു സ്ട്രെങ്ത് പൂർണ്ണമായിട്ടും ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ്. ആ ഒരു നഷ്ടപ്പെടൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സിറ്റുവേഷൻ ബേസ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഒരു വഴക്ക്, ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ മെയിൻ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരുന്ന കാര്യത്തിലും നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവരുടെ ഒരു തോട്ട്സിൽ വന്നിരിക്കുന്ന ഇമോഷൻസ് എല്ലാം സ്വയം നിയന്ത്രിച്ച് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സ്വയം നിയന്ത്രിച്ച് വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ ആരും ഇവരെ പിടിച്ചു വെച്ചിട്ടില്ല. ആക്ച്വലി പോകരുത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഇവരെ ആരും നിയന്ത്രിച്ചിട്ടില്ല. പക്ഷേ ഇവർക്ക് ഈ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിൽ ഇവർ ആരെയോ ഭയക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഭയക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിന്റെ ചിന്തകളാണ് ആക്ച്വലി ഈ ഒരു ഭയം എന്ന് കാണിച്ചിരിക്കുന്നത്. സ്വയം നിയന്ത്രിച്ച് കെട്ടിവെച്ചിരിക്കുക. എന്താണ് തീരുമാനം എടുക്കേണ്ടതെന്നുള്ളത് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥ. എങ്കിലും എന്തെങ്കിലും തീരുമാനം എടുക്കണം എന്നൊരു ചിന്തയും ഉണ്ട്. അതായത് ഒരു നിലപാടില്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് വേണമെങ്കിൽ പറയാം. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ടുള്ള കാര്യത്തിൽ ഇവർക്കൊരു നിലപാട് ഇപ്പോഴും വന്നിട്ടില്ല. റെസ്റ്റിംഗ് കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ എന്താണ് വേണ്ടത് ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിലൊക്കെ നിങ്ങളായിരിക്കാം റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്.
ഇവരായിരിക്കില്ല ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇവർക്കൊരു എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ മാത്രമായിരിക്കാം ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ ആ ഒരു എനർജിയാണ് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു കാര്യങ്ങളായിരിക്കും ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. കിങ് ഓഫ് സോൾസ് ആണ് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു ഫൈറ്റിംഗ് മോഡിലാണ് നിൽക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന വഴക്കുകളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് ഒരു ഫൈറ്റിംഗ്, മനസ്സുകൊണ്ട് സ്നേഹം ആഴത്തിൽ ഉണ്ടെങ്കിൽ പോലും അതല്ല പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു ഫൈറ്റിംഗ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൈറ്റിംഗ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും തമ്മിൽ ചേരില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുള്ളൊരു വഴക്ക് പ്രശ്നങ്ങളായിട്ട് ദേഷ്യമാണ് പുറമേ കാണിക്കുന്നത്. പക്ഷെ എംപ്രസ് എനർജി ആണ് വന്നിരിക്കുന്നത്. എംപ്രസ് എനർജി എന്ന് പറയുമ്പോൾ ഇവര് തന്നെ മാനിഫെസ്റ്റേഷൻ കാർഡ് ആണ്, നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ മജീഷ്യൻ കാർഡും കിട്ടിയിട്ടുണ്ട്. പുറമേ കാണിക്കുന്ന വ്യക്തിയല്ല ഉള്ളിലുള്ളത്. ഇവർ പുറമേ കാണിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു സിറ്റുവേഷനെ ഭയന്നിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന എനർജിയാണ്. ആരെയോ ഭയന്നിട്ടാണ് ഇവർ ഈ ഒരു നിങ്ങളോട് ഫൈറ്റിംഗ് മോഡിലേക്ക് കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യമാണ് എന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളോടുള്ളത് വളരെയധികം ലവേഴ്സ് എനർജിയാണ്, വളരെയധികം ഒരു പ്രണയം തന്നെയാണ് അവർക്കുള്ളത്. അവരുടെ ഇൻഡ്യൂഷൻ അനുസരിച്ച് റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണമെന്നും ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു റെസ്റ്റിംഗ് ടൈം പൂർണ്ണമായിട്ട് മാറിയിട്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുവരണമെന്നും മനസ്സുകൊണ്ട് ഇവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് ആ ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ മറ്റു പല സിറ്റുവേഷൻസ് ഇവരെ ബാക്കിലേക്ക് വലിക്കുകയാണ്. മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് ആ ഒരു ഭയം എന്നുള്ളത് മെയിൻ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മൂൺ എനർജി വന്നിരിക്കുന്നതുകൊണ്ട് ഒരു സൈഡിൽ നിങ്ങളോടുള്ള സ്നേഹം, മറു സൈഡിൽ ഇവർക്ക് മറ്റാരോടുള്ള ഭയം, നിങ്ങളിലേക്ക് വരാനുള്ള ഭയം ഈ ഒരു എനർജിയിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. എങ്കിലും ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ മാറണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിട്ട്. സക്സസ് റിലേഷൻഷിപ്പിൽ കൊണ്ടുവരണം എന്നൊരു ചിന്തയിൽ ആഴ്ന്നു നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ്. അതുപോലെ നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഒരു മാരേജ് പോലുള്ള കമ്മിറ്റ്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഫാമിലീസ് ഒക്കെ ഇഷ്യൂസ് വരാനുള്ള കാരണമായിട്ടുണ്ടായിരിക്കാം. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ പാരന്റ്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇവർ ആ ഒരു സിറ്റുവേഷനെ ഭയക്കുന്നുണ്ട്. സ്നേഹിച്ചത് ഇവരാണെന്നുണ്ടെങ്കിലും ഇവർക്ക് ആ ഒരു ഫാമിലി എനർജിനെ ഭയന്ന് നിന്നിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ വ്യക്തികൾ ഉണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മറ്റെന്തെങ്കിലും രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ പോലും തടസ്സമായിട്ട് മറ്റു പല എനർജീസും ഇവിടെ കാണുന്നുണ്ട്. എത്രത്തോളം തടസ്സമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നതിൽ ഇവർക്ക് ഈ തടസ്സങ്ങളെയൊക്കെ തീർച്ചയായിട്ടും അതിജീവിക്കാൻ സാധിക്കും. പക്ഷെ ഇവർ അതിന് ശ്രമിക്കുന്നില്ല. ഇവർക്ക് ഓവർ തിങ്കിങ് ഭയങ്കര കൂടുതലാണ്. ഇവർ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരു മണ്ടത്തരമായി പോകുമോ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഇനി ആരെങ്കിലും ഇവരെ ബ്ലെയിം ചെയ്യുമോ, നിങ്ങൾ തന്നെ അവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഇനി വരുമോ, ആ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് റിലേഷൻഷിപ്പിൽ വന്ന് നിൽക്കുന്നത്. എങ്കിലും അവർ പോയി നിന്ന ആ ഒരു സ്ഥലത്ത് അവർക്ക് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമല്ല ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫാമിലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന സ്നേഹം യഥാർത്ഥമല്ല എന്നുള്ള മീനിങ് അല്ല ഫാമിലിയുടെ കാര്യത്തിൽ വരുന്നത്. അവരവിടെ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്നേഹമൊന്നും അവർക്ക് അവിടെ ലഭിക്കുന്നില്ല. അവർക്ക് വേണ്ടത് എന്ന് പറയുന്നത് നിങ്ങളെ പോലെ ഒരു പാർട്ട്ണറെയാണ്. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടായിട്ട് ഇവർക്ക് നിന്ന വ്യക്തികളായിരിക്കാം. ഒരു ബാക്ക് ബോൺ പോലെ അത്രയും നല്ല ഒരു സപ്പോർട്ട്, ഒരു കെയറിങ് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളായിരിക്കാം ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെയധികം ആലോചിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ടൈമില് റിലേഷൻഷിപ്പിന്റെ കാര്യം ഇങ്ങനെ ആയെങ്കിൽ പോലും അവർക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു കെയറിങ്ങും സപ്പോർട്ടും, അത് മാത്രമല്ല നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ ഇവരുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവർക്കൊരു വിജയം, ഒരു സന്തോഷവും ഒരു സമൃദ്ധിയിലേക്കും ഒക്കെ എത്താനായിട്ട് സാധിക്കും. അബണ്ടൻസ് ഒക്കെ വളരെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ആ ഒരു എനർജി ഇവർക്ക് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാധിക്കും എന്നൊരു വിശ്വാസം ഇവരിലുണ്ട്. പക്ഷേ കുറച്ചൊരു ഈഗോയിസ്റ്റ് പേഴ്സൺ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അവർക്ക് തീരുമാനവും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിലും കുറച്ചൊരു ഈഗോയൊക്കെ അവരിലുണ്ട്. ആ ഒരു ഈഗോയൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇമോഷൻസ് ഒന്നും പുറത്ത് കാണിക്കുന്നില്ല, മറ്റൊരു രീതിയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മാത്രമല്ല ഇവരുടെ ഈഗോ എന്ന് പറയുന്നത്, ഇവർ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കാണിക്കുന്ന വ്യക്തികളാണ്. യഥാർത്ഥ രീതിയല്ല പുറത്തേക്ക് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമായിരിക്കും അവരുടെ ആ ഒരു കറക്റ്റ് ക്യാരക്ടർ അറിയാവുന്നതും. ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഒക്കെ ഇവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓരോ സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ആരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും വേണ്ട, നിങ്ങൾ തന്നെ വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ
ഇവരായിട്ട് നിങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് വരുന്നതിന് പകരം നിങ്ങളെ ഇവരിലേക്ക് ഇവർ അട്രാക്ട് ചെയ്യിക്കുകയാണ്. നിങ്ങളായിട്ട് വരണം എന്നുള്ള രീതിക്ക് ഇവരെ ആ ഒരു രീതിക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കണം എന്നൊക്കെ ആഗ്രഹം മനസ്സിൽ നിൽക്കുന്നുണ്ട്. തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു ജഗ്ലിംഗ് എനർജിയിലാണ്. എന്താണ് എടുക്കേണ്ടതെന്നുള്ള ഒരു എനർജിയിലാണെങ്കിലും നിങ്ങളായിട്ട് ഇവരിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നിങ്ങളൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നുള്ള രീതിക്കാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് അങ്ങനെ നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ധൈര്യത്തിൽ നിന്നും അവർക്കൊരു തീരുമാനം എടുക്കണം. അല്ലാതെ അവരായിട്ട് ഒരു തീരുമാനം എടുക്കില്ല. കാരണം അവർക്ക് അത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അവർക്ക് ഭയമാണ് main ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ അവരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു open communication അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗിലൂടെ എല്ലാ കാര്യങ്ങളും പരസ്പരം സംസാരിക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരു തീരുമാനം എടുത്തിട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരിക, ഒരു ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ടുവരിക, വൈകാരികപരമായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരിക. ഈ ഒരു രീതിയിലാണ് അവരുടെ ഫീലിംഗ്സും അവരുടെ തോട്ട്സും ഒക്കെ പോകുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഇന്നത്തെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് എത്ര പേർക്കായിരിക്കും റെസനേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. കാരണം നിങ്ങളുടെ പേഴ്സന്റെ എനർജി എനിക്ക് ഈ ഒരു രീതിയിലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ടോക്സിസിറ്റി ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ടോക്സിസിറ്റി എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ടുള്ള ടോക്സിറ്റി. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവർ നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ട് ഇവർ മാറിക്കളയും. ഇവരൊന്നും ഏറ്റെടുക്കില്ല. എന്ത് പ്രശ്നം വന്നാലും ഇവരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിക്ക് യാതൊരു രീതിയിലും ഇവർ ഏറ്റെടുക്കാൻ തയ്യാറല്ല. എല്ലാം നിങ്ങളുടെ തലയിലേക്ക് വെക്കുന്ന ഒരുതരം രീതിയാണ് ഇവരുടേത്. എന്ത് കാര്യവും അതുപോലെ തന്നെ പെർഫെക്ഷനോട് കൂടി ചെയ്യണം. ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇവർ ഏറ്റെടുക്കും. അതൊക്കെ ഇവർക്ക് ഭയങ്കര ക്രെഡിറ്റ് ആയിട്ട് ഇവർ കാണുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അത് ചൊരിഞ്ഞിടുന്ന ഒരു തരം അവസ്ഥ. ചിലപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഒരു വ്യക്തിനെ മീറ്റ് ചെയ്യാനോ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും പെട്ടെന്ന് സാധിക്കില്ല. ഒരു ഫോണിൽ കൂടെ സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഡയറക്റ്റ് മീറ്റിംഗിലൂടെ ആയിരിക്കാം റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കുക എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്ത് രീതിയിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഭയം ഉണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെ രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവരുടെ ഉള്ളുകൊണ്ട് ഇവർ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അത് പറയാതിരിക്കാൻ സാധിക്കില്ല. ഇവർക്ക് ഭയങ്കര അധികം നിങ്ങളോട് സ്നേഹമുണ്ട്, പ്രണയമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ടേക്ക് ഇവർ ആഗ്രഹിക്കുന്ന ഒരു ലോങ് ടേം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കണം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ എന്നുള്ള രീതിക്കായിരിക്കും. അതും അവരുടെ പ്രശ്നം തന്നെയാണ്. ഇവരെ തന്നെ സ്വയം കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ ഉടനെ തന്നെ അവർ അതിനൊക്കെ ഒരു ചേഞ്ച് വരുത്താനുള്ള സാധ്യതകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം intuition അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇവർ തയ്യാറാകും. അപ്പൊ ബ്ലോക്ക് മാറ്റുക കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരായിട്ട് ചിലപ്പോൾ നിങ്ങളെ ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധ്യതകൾ കുറവായിരിക്കും. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത വ്യക്തികൾ നിങ്ങളെ ബ്ലോക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളായിട്ട് തന്നെ വരണം, അവരിലേക്ക് എത്തണം എന്നുള്ള രീതിക്ക് അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ആഗ്രഹിക്കുക എന്ന് പറയുന്ന കാര്യം തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം എന്ന് തന്നെയാണ്. എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കണം. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടോടുകൂടി തന്നെ വേണം അത്. അല്ലാതെ സ്വന്തം തീരുമാനം അനുസരിച്ച് ആവരുത്. ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ് ഇവര്. ഭയം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എങ്കിലും സക്സസ്, സന്തോഷം പ്രതീക്ഷിച്ച് തന്നെയാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഹോപ്പാണ് വെച്ചിരിക്കുന്നത്. റിസ്ക് എടുക്കാനായിട്ട് ഇവരുടെ മനസ്സുകൊണ്ടൊക്കെ ഇവർ തയ്യാറാണ്. പക്ഷെ നിങ്ങളും കൂടെ അതിന് സപ്പോർട്ട് ആയിട്ട് വേണം. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല. നിങ്ങൾ എല്ലാത്തിലും ഒരു സപ്പോർട്ടീവ് ആയിട്ട് ഇവർക്ക് കൂടെ തന്നെ നിന്നാൽ മാത്രമേ ഇവർ എന്ത് കാര്യങ്ങളും ചെയ്യുകയുള്ളൂ. ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഒറാക്കിൾ കാർഡ്സ് കൂടെ നോക്കാം. ഈ ഒരു സമയത്ത് അവരുടെ ഈ ഒരു തോട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന എനർജീസ്. ഇൻസെപ്പറബിൾ ആണ് വന്നിരിക്കുന്നത്. സെൽഫ് ലവ്, ഡേ ഡ്രീമിംഗ്, ഡിറ്റാച്ച്മെന്റ്, റണ്ണർ, റിഫ്ലക്ഷൻ, unfinished business, neglected, reunion, overwhelmed, commitment,
damage, space, chaser, last one is third party, unappreciated ആണ് bottom of the deck ആയിട്ട് കിട്ടിയിരിക്കുന്നതും. അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും ഓടി മാഞ്ഞു പോയവരാണെന്നുണ്ടെങ്കിൽ, നമുക്കിവിടെ റണ്ണറും വന്നിട്ടുണ്ട്, ചേസറും വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും അവരായിട്ട് തന്നെ മാറിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ നിങ്ങളെ ചേസ് ചെയ്യുകയാണ്, നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളെ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന എനർജി. അതുപോലെ ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളും ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എത്രത്തോളം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും, ഡിസ്റ്റൻസ് എന്ന് പറയാൻ കാരണം തീർച്ചയായിട്ടും ഈ റീഡിംഗ് കൂടുതലായിട്ട് റെസനേറ്റ് ചെയ്യുക ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരായിരിക്കാം. ഓക്കെ, അപ്പൊ എത്രയും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രണയത്തിനെ എന്തായാലും ആരൊക്കെ വിചാരിച്ചാലും മാറ്റാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ മുറിച്ചു മാറ്റാനായിട്ട് സാധിക്കുകയില്ല. എന്തൊക്കെ കാര്യങ്ങൾ റിലേഷൻഷിപ്പിൽ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്വന്തം മൈൻഡിനെ ആദ്യം ക്ലിയർ ചെയ്യാനും ഒരു സെൽഫ് ലവിലേക്ക് വരാനും അതോടൊപ്പം സ്വയം ഒന്ന് ഹീൽ ആവണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ എടുത്തപ്പോൾ പറഞ്ഞു ഇവരൊന്നും ഒരു കാര്യത്തിലും ഇവരായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറല്ല എന്നുള്ളത്. അവരത് സ്വയം തിരിച്ചറിയുന്നുണ്ട്. അവർക്ക് പറ്റാത്ത കാര്യങ്ങളിൽ അവർക്ക് ഒരുപാട് കുറ്റബോധവും തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം മൈൻഡ് ഒന്ന് ക്ലിയർ ചെയ്യണം, ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം. അവരുടെ ഭാഗത്ത് നിന്ന് ഇടേണ്ട എഫേർട്ട് എല്ലാം അവർ തന്നെ ഇടണം. എന്തുകൊണ്ടാണ് അവർക്ക് അതിന് സാധിക്കാത്തത് എന്നുള്ളത് അവർ ഒരുപാട് overwhelmed ആണ്, ഒരുപാട് സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കാരണം നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഇവർ എടുക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത, അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ്, ഇതൊക്കെ നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരത് മനഃപൂർവ്വം ചെയ്യാത്തതല്ല. ഇവർക്ക് ഭയമാണ് എല്ലാ കാര്യങ്ങളോടും. എല്ലാ കാര്യങ്ങളെയും സമീപിക്കുമ്പോഴും ഒരുതരം ഭയത്തോടു കൂടി ഓവർ തിങ്കിങ് ചെയ്ത് സമീപിക്കുന്ന വ്യക്തികളാണ്. അതൊരിക്കലും നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല അവരങ്ങനെ ചെയ്യുന്നത്. അവരുടെ ഒരു ജനറ്റിക് ആയിട്ടുള്ള ഒരു നേച്ചർ ആണത്. പക്ഷെ അവർക്കത് മാറ്റണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യണം ഈ ഒരു കാര്യങ്ങളെ. അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു കാര്യവും സാറ്റിസ്ഫൈഡ് ആയിട്ട് മുന്നോട്ടേക്ക് നിന്നിട്ടില്ല, അല്ലെങ്കിൽ പോയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. എല്ലാം പകുതി പകുതി വെച്ചിട്ട് നിർത്തിയിരിക്കുന്ന എനർജിയാണ്. കമ്മിറ്റ്മെന്റിലേക്ക് എത്താനായിട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധമായിരുന്നെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് മുറിഞ്ഞു പോയിരിക്കുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് പകുതി വെച്ച് നിന്നിരിക്കുന്നു. അപ്പൊ ഇവരുടെ ഭാഗത്ത് നിന്നാണ് ഇനി എടുക്കേണ്ട കാര്യങ്ങൾ. ആ ഒരു കാര്യങ്ങൾ എന്തായാലും സ്വന്തമായിട്ട് തന്നെ എടുക്കണം. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് കൂടിയേ തീരുകയുള്ളൂ. ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഇവർ നിൽക്കുന്നത്. എനർജീസ് കംപ്ലീറ്റ്ലി ഡ്രെയിൻ ഔട്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവരുടെ ഭയം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് എടുക്കാം. ഫാമിലീസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ തേർഡ് സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്നത് ആ ഒരു എനർജിയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജിയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത് ആ ഒരു കാര്യങ്ങൾ ഇവർ തരാനായിട്ട് തയ്യാറാണ്. ഇനി എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരരുത്. പക്ഷെ നിങ്ങൾ ഇവരുടെ കൂടെ തന്നെ ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് ഇവർക്ക് സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാനോ അതനുസരിച്ച് പ്രവർത്തിക്കാനോ സാധിക്കുകയുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ക്ലാരിറ്റി ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പുറത്തുനിന്നുള്ള വ്യക്തികളുടെ സ്വാധീനമൊക്കെ ഇതിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്പേസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് തരണം. ഇവർ നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ ടോർച്ചർ ചെയ്യുന്ന വ്യക്തികളൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങളുടെ തലയിലേക്കും നല്ലത് വന്നാൽ ഇവർ ഏറ്റെടുക്കുന്ന രീതി അങ്ങനെയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇനി അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണം. നിങ്ങളുടേതായ സ്പേസ് നിങ്ങൾക്ക് നൽകണം. അത് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്പേസ് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ട്രോമയൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു ടോക്സിസിറ്റി പീരീഡിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഇനി റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ടേക്ക് യുവർ ടൈം എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടേതായ സമയം എടുത്ത് ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി. പക്ഷെ നീ എന്നിലേക്ക് വരണം. കാരണം ഈ സംഭവിച്ചിരിക്കുന്ന ഡാമേജ് എന്ന് പറയുന്നത് എന്റെ സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ again എനിക്കൊരു കമ്മിറ്റ്മെന്റ് വേണം. അത് നീയുമായിട്ട് എത്രയും വേഗം, അതും ഫ്യൂച്ചറിലേക്ക് ഒരു ലോങ് ടേം ആയിട്ട് തന്നെ കൊണ്ടുപോകുന്ന രീതിയിൽ ഇതിലൊരു റീയൂണിയൻ സംഭവിക്കണം. അപ്പൊ അതിനു വേണ്ടി നിങ്ങളുടേതായ സമയം എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ വന്നാൽ മതി. പക്ഷെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും കൈവിട്ട് പോകരുത്, അല്ലെങ്കിൽ ഇതൊരിക്കലും കൈവിട്ട് പോകില്ല എന്നൊരു വിശ്വാസവും അവരിൽ നിൽക്കുന്നുണ്ട്.
ഒരു ഹോപ്പ് വെച്ച് തന്നെയാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് തോന്നുന്ന ഒരു ഫീലിങ്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ മൈൻഡിൽ നടക്കുന്ന ഒരു തോട്ട്സ് ആണ് എന്നുള്ള രീതിക്കൊക്കെ നമുക്കിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഒരു കാര്യത്തിലും അപ്രീഷിയേറ്റ് ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കുറ്റം മാത്രമാണ് നിങ്ങളുടെ തലയിലേക്ക് ഇടുന്നത്, നല്ല കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് പറയുന്നില്ല, അങ്ങനത്തെയൊക്കെ ഒരു രീതിയാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് ഒരു ഗിൽറ്റ് ഫീൽ തോന്നുന്നുണ്ട്. അവർ ചെയ്തതൊക്കെ തെറ്റായി പോയി, പറയേണ്ട കാര്യങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരുടെ ക്യാരക്ടറൊക്കെ ആ ഒരു ചേഞ്ച് വരുമ്പോൾ നിങ്ങൾ ഇവരെ അംഗീകരിക്കുമായിരുന്നു, കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലോസ് ആവാമായിരുന്നു, നിങ്ങളുടെ ബന്ധത്തിൽ കുറച്ചുകൂടെ ഒരു ഫ്ലവറിങ് കൊണ്ടുവരാമായിരുന്നു. ഇതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇവരുടെ ഹേർട്ട് എന്ന് പറയുന്ന ഒരു ബ്രോക്കൺ സിറ്റുവേഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരുപാടൊരു വേദനയിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ടുള്ള വ്യക്തികളുടെ എനർജിയാണ് കാണിക്കുന്നത്. ഇവർ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്ന പ്രശ്നമാണ് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. എങ്കിലും എത്രത്തോളം ചിന്തിച്ചു കൂട്ടി എന്ന് പറഞ്ഞാലും ആ ഒരു ഹോപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഹോപ്പാണ് ഇവിടെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളാണ്. ഒരു ചതി എന്നുള്ളതല്ല ആക്ച്വലി ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്കൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം ചിലപ്പോൾ ഇത്. ടോക്സിക് എന്ന് പറയുമ്പോഴേക്കും ഒരു സ്ട്രോങ് ടോക്സിസിറ്റി അല്ല മീൻ ചെയ്യുന്നത്, നിങ്ങൾ ബ്ലെയിം ചെയ്യുക എല്ലാ കാര്യങ്ങളിലും. പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു പേഴ്സണെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. ഇപ്പോഴും നിങ്ങൾ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം ഒരു പക്ഷേ. ചിലവരുടെ കേസിൽ നിങ്ങൾ ചിലപ്പോൾ ലെറ്റ് ഗോ ചെയ്തിട്ടും ഉണ്ടായിരിക്കാം. അപ്പൊ ഇവരുടെ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കിയിരിക്കുന്നത് പ്രധാനമായിട്ട്. ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉള്ള കാര്യം നിങ്ങളുടെ ഇഷ്ടമാണ്, തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളത് നന്നായിട്ട് think ചെയ്തതിന് ശേഷം മാത്രം, കാരണം അനുഭവിച്ചിരിക്കുന്ന വ്യക്തികൾ നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം വേണം ഒരു decision എടുക്കാനായിട്ട്. ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ ഈ ഒരു പേഴ്സൺ എന്തായാലും മനസ്സുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ഖേദിക്കുന്നുണ്ട്. അവർക്ക് ഒരിക്കലും നിങ്ങളെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവരുടെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് അവർക്ക് നിങ്ങളെ മാറ്റാൻ സാധിക്കില്ല. ഇവരുടെ ക്യാരക്ടറിനെ ചേഞ്ച് ചെയ്യാനായിട്ട് ഇവർ തയ്യാറാണ്. ഇവർക്ക് പലപ്പോഴും പല കാര്യങ്ങളും സാധിക്കുന്നില്ലാത്തൊരു എനർജി മാത്രമേ ഉള്ളൂ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിങ് നിങ്ങൾ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികളാണ് ഇവർ. എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരുതരം കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന എനർജീസ് കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. എത്ര പേർക്കായിരിക്കും ഈ ഒരു റീഡിംഗ് കണക്ട് ആവുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു, എനിക്കറിയില്ല. കാരണം ഇന്ന് വന്നിരിക്കുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളുടെ എനർജി എന്ന് വേണമെങ്കിൽ പറയാം. ഈ അടുത്ത ദിവസങ്ങളിലൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു റീഡിംഗ് കിട്ടിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇതൊക്കെ ഈ ഒരു രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റ് ചെയ്ത് അറിയിക്കണേ. T എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, H എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, 34, S എന്നൊരു ലെറ്റർ, തിരുവാതിര, 36, 44, K എന്നൊരു ലെറ്റർ, രേവതി, പൈസസ് എന്നൊരു സോഡിയാക് സൈൻ, കൊല്ലം ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്, കാലിക്കറ്റ്, N എന്നൊരു ലെറ്റർ, G എന്നൊരു ലെറ്റർ, S എന്നൊരു ലെറ്റർ, അവിട്ടം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, 25, വയനാട്, H എന്നൊരു ലെറ്റർ അഗെയിൻ വന്നിട്ടുണ്ട്, N എന്നൊരു ലെറ്റർ, ഓഗസ്റ്റ് മന്ത്, R എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ട്രിവാൻഡ്രം, 38, ഔട്ട്സൈഡ് കേരളയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം എന്നുള്ളത്. ലിയോ എന്നൊരു സോഡിയാക് സൈൻ, ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വിത്തിൻ 3 months കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു 3 മാസത്തിനുള്ളിൽ, നിങ്ങൾ എപ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അന്ന് മുതൽ ഒരു 3 മാസത്തിനുള്ളിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ അനുസരിച്ച് മാത്രം ഒരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് റീഡിംഗ് കിട്ടിയിരിക്കുന്നത്. വീണ്ടും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.